നമ്മൾ റേറ്റ് കുറഞ്ഞ പ്രഷർ വാഷറൊക്കെ വാങ്ങിയിട്ട് വീടിന്റെ മതിലും ഇന്റർലോക്കൊക്കെ കഴുകാൻ വേണ്ടി അതിന്റെ കൂടെ കിട്ടുന്ന ഗണ്ണിന്റെ നോസിലിട്ട് കഴുകുമ്പോൾ നോസിലിൽ ഫുൾ പോയിന്റിൽ ഇട്ടാൽ മാത്രമാണ് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുള്ളൂ. കുറച്ച് വൈഡ് ആയിട്ട് ഇടുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാറില്ല. അതിനൊരു പരിഹാരമായിട്ട് നോർമൽ നോസിൽ മാറ്റിയിട്ട് ടർബോ നോസിൽ വെച്ച് കഴിയുമ്പോഴത്തേനെ കുറച്ചും കൂടെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ടർബോ നോസിലിൽ വെള്ളം വരുന്നത് കറങ്ങിയാണ്. അപ്പോൾ നോർമൽ നോസിലിനേക്കാളും കുറച്ചും കൂടെ പവർ നമുക്ക് കിട്ടും. ഈ നോസിലാകുമ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും, കുറച്ചും കൂടെ വൈഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്പീഡിൽ തന്നെ നമ്മുടെ പണികൾ തീർക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ടർബോ നോസിൽ വെച്ച് ചെക്ക് ചെയ്യണത് ഐബലിന്റെ യോവർ സീരീസിലുള്ള പ്രഷർ വാഷർ വാങ്ങിയായിരുന്നു. അതിലാണ് ഈ പ്രഷർ വാഷർ 170 ബാറിന്റെതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗണ്ണിൽ വരുന്നത് നോർമൽ ടൈപ്പ് നോസിലായിരുന്നു. ഈ പ്രഷർ വാഷറിന് അത്യാവശ്യം നല്ല പവറിലായിരുന്നു. പക്ഷെ നോസിൽ ഫുൾ പോയിന്റിൽ ഇട്ടാൽ മാത്രമാണ് നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത ടർബോ നോസിൽ. ഇത് ഞാൻ കുറെ നാൾ മുമ്പ് വാങ്ങിയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതേ ടൈപ്പ് തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം വാങ്ങാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ റേറ്റ് നോക്കിയപ്പോൾ 868 രൂപയായിരുന്നു. നോർമൽ നോസിലിനേക്കാളും ടർബോ നോസിലിന് എല്ലായിടത്തും റേറ്റ് കൂടുതലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ വാഷറിന്റെ ഗണ്ണിന്റെ പൈപ്പ് ത്രെഡ് ഉള്ള ടൈപ്പ് ആണെങ്കിൽ അതിൽ നമുക്ക് ഡയറക്റ്റ് ഈ ടർബോ നോസിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വിക്ക് കണക്ടറിന്റെ അഡാപ്റ്റർ കൂടി നമ്മൾ എക്സ്ട്രാ വാങ്ങണം. ഇതും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം വാങ്ങാൻ കിട്ടും. റേറ്റ് നോക്കിയപ്പോൾ 185 രൂപയായിരുന്നു. ത്രെഡ് ടൈപ്പ് ഉള്ള ഗണ്ണിന്റെ പൈപ്പിലേക്ക് ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നോസിലുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗണ്ണിന്റെ പൈപ്പിന്റെ അറ്റത്ത് അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത ശേഷം അഡാപ്റ്ററിൽ പയ്യെ പ്രസ് ചെയ്തിട്ട് അതിലേക്ക് ടർബോ നോസിൽ ഇറക്കി വെച്ചാൽ മതി. ഈ ടർബോ നോസിലിന്റെ ക്വിക്ക് കണക്ടർ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. നമ്മൾ ആദ്യം നോർമൽ നോസിലിട്ട് ക്ലീൻ ചെയ്തതിന്റെ അടുത്ത് ടർബോ നോസിലിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ട് നോസിലിന്റെയും വ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മൾ നോർമൽ നോസിലിട്ട് ക്ലീൻ ചെയ്ത ശേഷം ടർബോ നോസിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്, ടർബോ നോസിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അകത്തി പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ദൂരമുണ്ട്. അതിൽ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി വരുന്നുണ്ട്. ഇനി ടൈലിട്ട മിറ്റം നമുക്ക് നോർമൽ നോസിലും അതുപോലെ ടർബോ നോസിലും ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നോർമൽ നോസിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പോയിന്റിലിട്ടാൽ മാത്രമാണ് നല്ല രീതിയിൽ ക്ലീൻ ആയി വരുള്ളൂ. ഇനി ടർബോ നോസിലിട്ട് ക്ലീൻ ചെയ്തപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി വരുന്നുണ്ട്. നമ്മളൊരു ആവറേജ് റേറ്റിനേക്ക് വാങ്ങുവാണെങ്കിൽ ടർബോ നോസിലുള്ളത് നോക്കി വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.